Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ന്യൂസ് ഇവിടെ ഇലക്ഷൻ കമ്മീഷനൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ കുറച്ച് പരിപാടികളാണ്. പോൾ ഇന്റഗ്രിറ്റി ആൻഡ് സെൽഫ് സാബിറ്റേജ് പാർട്ടീസ് ആൻഡ് ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഈ ഒരു ന്യൂസ് നമുക്ക് ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവേണൻസിൽ, അതായത് പ്രിലിംസിൽ പോളിറ്റിയിൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണത്. അതേപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിലോട്ടുള്ള അപ്പോയിൻമെൻറ്റും അവരുടെ പവേഴ്സും സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നത് പേപ്പർ 2 ആണ്, GS പേപ്പർ 2 ആണ് മെയിൻസിൽ. അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണിത്. ഇവിടെ നമ്മൾ പറയുന്നത് ഈ വോട്ടർ ലിസ്റ്റിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വോട്ടർ ലിസ്റ്റ് എന്നുള്ളത് നമുക്കറിയാം, ഇറ്റ് ഈസ് ദ നെയിംസ് ഓഫ് ദ പീപ്പിൾ ഹു ആർ അലൗഡ് ടു വോട്ട്. ഒരുപാട് റോങ് ഡീറ്റെയിൽസും, അതേപോലെ ഒരാളുടെ പേര് തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്ത് വരിക, മരിച്ച ആളുടെ പേര് ഇൻക്ലൂഡ് ചെയ്യുക, ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ പേര് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുക. ഇങ്ങനത്തെ പ്രവർത്തികളാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫേക്ക് നെയിംസ്. ഈ ഇങ്ങനെ ഇറേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ ഫ്രോഡ് നടക്കാനുള്ള ചാൻസ് അതായത് വളരെയധികം കൂടുതലാണ്. അതായത് ഒരാൾ മറ്റൊരാളുടെ പേരിൽ വന്ന് വോട്ട് ചെയ്തിട്ട് പോവാം, അല്ലെങ്കിൽ ഒരാൾ ഒന്നിൽ കൂടുതൽ വോട്ട് ചെയ്യാം. ഇത് ആൾക്കാർക്ക് ആ ഒരു ഇലക്ഷനിലുള്ള ആ ഒരു വിശ്വാസം തന്നെ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. ആൻഡ് വിച്ച് ഈസ് വെരി ബാഡ് ഫോർ എ ഡെമോക്രസി. ഇത് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനും പൊളിറ്റിക്കൽ പാർട്ടീസും ഇവിടെ ഒരു they have to take the responsibility. They need to take the responsibility and they should keep the list clean and correct. ഈ ഒരു വളരെ റോങ് ആയിട്ടുള്ള വോട്ടർ ലിസ്റ്റുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ചീറ്റിംഗ് ചെയ്യാനുള്ള ആ ഒരു പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇതിലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഡെമോക്രസി വീക്കൻസ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരുണ്ട്. ഇന്ത്യയുടെ 10ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന 1990s തൊട്ട് 1996 വരെ ആയിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടിരുന്നത്. തിരുനെല്ലൈ നാരായൺ അയ്യർ ശേഷൻ, അല്ലെങ്കിൽ TN ശേഷൻ. ഹി വാസ് ആൻ ഇന്ത്യൻ സിവിൽ സർവൻറ്റ്, ബ്യൂറോക്രാറ്റ് ആയിരുന്നു. പുള്ളി ഒരു IAS കാരനായിരുന്നു. പിന്നീട് പൊളിറ്റിക്സിലോട്ടൊക്കെ വരുന്നുണ്ട്. ഇന്നും ഇന്ത്യൻ ജനത ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലോട്ട്, ഇന്ത്യൻസിന്റെ മനസ്സിലോട്ട് ഓടിയെത്തുന്ന ഒരു പേരാണ് TN ശേഷന്റെ പേര്. ഒരു പാലക്കാടുകാരനായിരുന്നു. മദ്രാസ് ഗവൺമെന്റിന്റെ, അതായത് ഹി സെർവ്ഡ് ഇൻ വേരിയസ് പൊസിഷൻസ് ഇൻ മദ്രാസ് അറ്റ് ദാറ്റ് ടൈം. പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിഫറെന്റ് മിനിസ്ട്രീസിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഹി വാസ് അതായത് വളരെ സ്ട്രിക്റ്റ് ആയ, അതല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയോട് 100% ഒരു ആത്മാർത്ഥത പുലർത്തിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു TN ശേഷൻ. ഇന്നും നമ്മൾ അദ്ദേഹത്തിനെ ഓർക്കുന്നത് അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ അദ്ദേഹത്തിനെ ഓർക്കാനുള്ള ഒരു കാരണം അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഇലക്ട്രൽ റിഫോംസ് ആണ്. അദ്ദേഹമാണ് ഈ വോട്ടർ ID കാർഡും അതേപോലെ തന്നെ ഇലക്ഷൻ റൂൾസ് അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിൽ വളരെയധികം സ്ട്രിക്റ്റ് ആക്കുന്നുണ്ട്. ഇന്ത്യയുടെ 18ാമത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു TN ശേഷൻ. 1989 അദ്ദേഹം ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആയത്. അതേപോലെ തന്നെ ഈ ഒരു ഇലക്ഷന്റെ സമയത്ത് ഈ പൈസ വെച്ചിട്ടുള്ള കുറച്ച് കളികളുണ്ടല്ലോ, അതിന്റെ മേലെയൊക്കെ വളരെയധികം ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നത് TN ശേഷനാണ്. ആൾക്കാരുടെ ഇടയിൽ ഇലക്ഷൻ കമ്മീഷന്റെ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വളരെയധികം സഹായിച്ച ഒരു വ്യക്തിത്വമാണ് TN ശേഷൻ. ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷന്റെ കാര്യം എടുക്കുന്ന ടൈമിൽ നമുക്കറിയാം, ഇവർ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്നത്. പിന്നെ ദേ ആർ വെരി ലെസ് ട്രാൻസ്പാരന്റ് നൗ ഡേയ്സ്. വിശ്വാസമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു. ലിറ്ററലി നമുക്കത് പറയാൻ പറ്റും. ഡിക്ലൈൻ ചെയ്തതൊന്നല്ല പറയേണ്ടത്, നഷ്ടപ്പെട്ടു കംപ്ലീറ്റ്ലി. പൊളിറ്റിക്കൽ പാർട്ടീസ് ദേ ഹാവ് ഓൾസോ ചേഞ്ച്ഡ്. മുമ്പൊക്കെ ഇപ്പോ ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ, അതായത് ഇവർ ക്യാമ്പയിനൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അതായത് ഓരോ വീടാന്തരം കയറി ഇറങ്ങി അത്രത്തോളം ലോക്കൽ പീപ്പിളായിട്ട് സംസാരിച്ചിട്ടൊക്കെ ആയിരുന്നു അല്ലേ പണ്ടത്തെ ഒരു ഇലക്ഷൻ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ. ഇന്നും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇന്നത്തെ ഒരു സിനാരിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഡിജിറ്റലി ആണ് അവരിപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് പാർട്ടി ബേസ് ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ ആഡുകളും AI ടൂളുകളൊക്കെ വെച്ചിട്ടാണ് അവരിപ്പോൾ അവരുടെ ആ ഒരു ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോക്കൽ വർക്കേഴ്സ് ദേ ആർ ഇഗ്നോർഡ്. നോ വൺ ഈസ് പ്രോപ്പർലി ചെക്കിംഗ് ഇഫ് വോട്ടർ ലിസ്റ്റ് ആർ കറക്റ്റ് ഓർ നോട്ട്. ഇലക്ഷൻ കമ്മീഷൻ വളരെയധികം ഇവിടെ വീക്കായി. പാർട്ടീസ് ഓൺലൈനിലേക്ക് അവരുടെ ആ ഒരു പരിപാടികളൊക്കെ അവർ ഓൺലൈനിലോട്ട് മാറ്റി. അതുകൊണ്ട് തന്നെ വി ക്യാൻ സീ എ വെരി ലെസ് ഗ്രൗണ്ട് ലെവൽ ചെക്കിംഗ്. അതുകൊണ്ട് തന്നെ ദി വോട്ടർ ലിസ്റ്റ് പ്രോബ്ലംസ് ആർ ഗ്രോയിങ് നൗ ഡേയ്സ്. അതേപോലെ ഈ ഇലക്ഷൻ കമ്മീഷന്റെ ആ ഒരു റൂൾ ബുക്ക്, അവരുടെ ആ ഒരു മാനുവൽ പ്രകാരം പറയുന്നത് ലോക്കൽ ഇലക്ഷൻ ഓഫീസേഴ്സ്
ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ കൂടെ ദേ മസ്റ്റ് വർക്ക് ക്ലോസ്ലി വിത്ത് ദി പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നുണ്ട് അവരുടെ ആ ഒരു റൂൾ ബുക്കിൽ. ഇതിനു പുറമെ നമുക്കിവിടെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ BLAs എന്ന് പറയുന്ന ഈ ബൂത്ത് ലെവൽ ഏജന്റുകളെ എല്ലാ പാർട്ടികളും അപ്പോയിന്റ് ചെയ്യും. ഇവരുടെ മെയിൻ ആയിട്ടുള്ള പണി എന്താന്ന് പറഞ്ഞാൽ വോട്ടർ ലിസ്റ്റ് ചെക്ക് ചെയ്യുക, അതേപോലെ തന്നെ എന്തെങ്കിലും കറക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുക, ഫേക്ക് എൻട്രീസ് മാക്സിമം അത് ഒഴിവാക്കുക, അല്ലാണ്ട് അത് ലൈക്ക് അത് വരാതിരിക്കാൻ നോക്കുക, ഫേക്ക് എൻട്രീസ്. സോ ഇങ്ങനൊരു മിസ്യൂസ് വരാതിരിക്കാൻ തന്നെ ഒരു ബൾക്ക് ആയിട്ടുള്ള ഒരു വോട്ടർ അപ്ലിക്കേഷൻസ് അത് അലൗ ചെയ്യുന്നില്ല അവര്. ഓക്കെ, അതായത് ഫാമിലീസ് ആണെങ്കിൽ ഓക്കെ, അല്ലാണ്ടുള്ളൊരു ബൾക്കായിട്ടുള്ള ഇപ്പോൾ ഈ ഒരു ബൂത്ത് ലെവൽ ഏജൻസ് ഇവർ ഏകദേശം ഒരു 10ഓളം ഫോമുകളായിരിക്കും ഒരു ദിവസം നോക്കുന്നത്. ഓക്കെ, അതിന് 30-ൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ ചെക്കിംഗ് ഒക്കെ നടത്തും ഈ ഒരു ബൂത്ത് ലെവൽ ഏജൻസ്. ഇപ്പോൾ കർണാടകയിലൊക്കെ ഈ അടുത്ത് നടന്ന കർണാടകയിലുള്ള അവരുടെ ആ ഒരു ഇലക്ഷനിൽ നടന്നിട്ടുള്ള ആ ഒരു വീഴ്ചകൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വളരെ ഫേക്ക് ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ്, അതായത് വോട്ടേഴ്സ് ദേ സ്റ്റിൽ എക്സിസ്റ്റഡ് ഇൻ കർണാടക. ഓക്കെ, സോ ഇവിടെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഈ BLAs അവർ കെയർലെസ് ആയതാണോ അതല്ലെങ്കിൽ അവർ കറപ്റ്റ് ആണോ എന്നുള്ളതാണ്, ഈ ബൂത്ത് ലെവൽ ഏജൻസ്. അതേപോലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ ഒരു മാനിപ്പുലേഷൻ അവർ ഇഗ്നോർ ചെയ്തോ, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെ ഇത്രയും വലിയൊരു ബയസ് എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൺ പേപ്പർ ദി BLAs ആർ വാച്ച് ഡോഗ്സ്. ഓക്കെ, പക്ഷെ ഇൻ റിയാലിറ്റിയിലോട്ട് വരുന്ന സമയത്ത് ഇൻ മെനി ടൈംസ് യു ക്യാൻ സീ ദാറ്റ് ദേ ആർ നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ലീഡിങ് ടു ദി ഡൗട്ട് അബൌട്ട് ഫെയർനെസ്. സോ ഇവിടെ കുറച്ച് നമുക്ക് വേ ഫോർവേഡ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ പാർട്ടീസിന്റെ ആ ഒരു ആംഗിളിലൂടെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ടെക്നോളജിയിലും അതേപോലെ ഈ കൺസൾട്ടൻസിന്റെ അതിൽ റിലൈ ചെയ്യാതെ ആ ഒരു ലോക്കൽ വർക്കേഴ്സുമായിട്ടുള്ള ആ ഒരു ബന്ധം അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, ടു സ്ട്രെങ്തൻ ദി ഡെമോക്രസി. പാർട്ടീസ് ക്യാൻ റിവൈവ് ദെയർ ലോക്കൽ വർക്കേഴ്സ് ടു സ്ട്രെങ്തൻ ദി ഡെമോക്രസി. ഓക്കെ, അതേപോലെ തന്നെ വർക്ക് ബിറ്റ്വീൻ ദി ഇലക്ഷൻ ദാറ്റ് മാറ്റേഴ്സ്. ഓക്കെ, സോ ആ ഒരു ചെക്കിങ്ങും അതേപോലെ ആ ഒരു ദി റിവൈസിങ് ദി വോട്ടർ ലിസ്റ്റ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഷോസ് ഹൗ ഇമ്പോർട്ടൻറ്റ് ദി ഗ്രാസ് റൂട്ട് ലെവൽ വിജിലൻസ് ഈസ്. കേരളത്തിലൊക്കെ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളമൊക്കെ വളരെ നല്ലൊരു എക്സാമ്പിളാണ്. ബിക്കോസ് ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഫേക്ക് വോട്ടർ ID ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും പൊളിറ്റിക്കൽ പാർട്ടീസ്, അതായത് പ്രതിപക്ഷം, അവരെന്തായാലും അത് എടുത്ത് കാണിക്കുന്നതാണ്. ഓക്കെ, സോ അതൊന്നും പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെയധികം സംശയമാണ്. കേരളത്തിൽ എന്തായാലും അത് ഇത്രത്തോളം ഇത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട്, അതായത് പാർട്ടീസ് ഇത്രത്തോളം അവര് ഉണർന്നിരുന്നിട്ട് പോലും ഇവിടെ ചില ആൾക്കാര് ഇങ്ങനെ കുറച്ച് ക്രമക്കേടുകളൊക്കെ നടത്തുന്നുണ്ട്. ആരാതൊന്നും ഞാൻ പറയുന്നില്ല, നടത്തുന്നുണ്ട്. പക്ഷെ ഓവറോൾ നമ്മൾ ഇന്ത്യയിലുള്ള ബാക്കി സ്റ്റേറ്റ്സ് എടുക്കുന്ന സമയത്ത് കേരളത്തിൽ പൊതുവെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കുറവായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ ദി പാർട്ടീസ് ആർ ആക്റ്റീവ്ലി റിപ്പോർട്ടിംഗ് ദി ഡ്യൂപ്ലിക്കേറ്റ് ഓർ ഫേക്ക് വോട്ടർ IDs. ഓക്കെ, അതായത് ഈ ഒരു ലോക്കൽ ഓർഗനൈസേഷൻസ് വീക്ക് ആവുന്ന സമയത്ത് ഓക്കെ ഡെമോക്രസി ക്യാൻ ഗെറ്റ് കൈൻഡ് ഓഫ് ഡിസോർട്ടഡ്. ഓക്കെ, അതായത് ഒരു ഹിസ്റ്ററി, ഒരു ചരിത്രം തന്നെ അത് പറയുന്നത് അങ്ങനെയാണ്. ഇവിടെ നമുക്ക് പറയാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്താന്ന് പറഞ്ഞാൽ, ഓഫ് കോഴ്സ് നമുക്കറിയാം ഇവിടെ ഒരുപാട് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു റൂൾസും സേഫ് ഗാർഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ. പക്ഷെ നമ്മുടെ നേതാക്കള്, അവര് ലീഡേഴ്സ്, ഇഫ് ദേ ഡോണ്ട് സ്റ്റേ ന്യൂട്രൽ ആൻഡ് ഡിസിപ്ലിൻഡ്, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് അവിടെ വീക്ക് ആവുകയാണ്. അത് ഡെമോക്രസിക്ക് അത് ഒട്ടും നല്ലതല്ല. ഓക്കെ, സോ നമുക്ക് വേണ്ടത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോക്കൽ വിജിലൻസ് ആണ്, പ്ലസ് റെസ്പോൺസിബിൾ ലീഡർഷിപ്പ് ആണ്. ഓക്കെ, എന്നാൽ മാത്രമാണ് ആ ഒരു ഫെയർ ഡെമോക്രസി ഇവിടെ ഉണ്ടാവുള്ളൂ. സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ന്യൂസ്, വിച്ച് ഇസ് ജസ്റ്റിസ് ഈസ് നോട്ട് അബൌട്ട് ടീച്ചിങ് സമൺ എ ലെസൺ. ഓക്കെ, ഇത് കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഓഫ് ഗവർണൻസ്, ട്രാൻസ്പാരൻസി, അക്കൗണ്ടബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് GS പേപ്പർ 2-ലാണ്. ഓക്കെ, സോ ആ മെയിൻസിലെ GS പേപ്പർ 2-ലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണത്. സോ ഈയിടെ ഛത്തീസ്ഗഡിൽ വെച്ചിട്ട് ഒരു ദളിത് മാൻ ഹി ഡൈഡ് ഇൻ പോലീസ് കസ്റ്റഡി. ഓക്കെ, അപ്പോൾ ആ ഒരു മരണത്തിന് മുമ്പ് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഒരു തരത്തിലുള്ള ഇഞ്ചുറീസോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ മനസ്സിലായി ഏകദേശം 26ഓളം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വൂണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഹി വാസ് ബീറ്റൺ വെരി ബാഡ്ലി ഇൻ ദി കസ്റ്റഡി.
ഓക്കെ. സോ ട്രയൽ കോർട്ട് പറഞ്ഞത് ഇത് പിന്നീട് ട്രയൽ കോർട്ട് പറഞ്ഞു, അതായത് അതൊരു മർഡറാണ്, IPC 302 അണ്ടറിൽ അതൊരു മർഡറാണ്. ആൻഡ് ദേ കൺവിക്റ്റഡ് ഫോർ പോലീസ് ഓഫീസേഴ്സ് ദർ. 4 പോലീസ് ഓഫീസറിന്റെ മേലെ കുറ്റം ഇവരെ ചുമത്തുന്നുണ്ട്. ഹൈക്കോർട്ട് പിന്നീട് വന്നിട്ട് പറഞ്ഞു, ശരിയാണ്, പോലീസ് മർദ്ദിച്ചിരുന്നു, പക്ഷെ ദേ സെഡ് ദാറ്റ്, കോടതി പറഞ്ഞത് ദേ ഡിഡിന്റ് ഇന്റന്റ് ടു കിൽ ഹിം എന്നുള്ളതാണ്. ഓക്കെ, പോലീസ് മർദ്ദിച്ചു എന്നുള്ള കാര്യം ശരിയാണ്. ഓക്കെ, ദി പോലീസ് ബീറ്റ് ഹിം, ദേ ബീറ്റ് ദി ദളിത് മാൻ, ആൻഡ് ഹി ആൻഡ് ദി കോർട്ട് സെഡ് ദാറ്റ് ദേ ഡിഡിന്റ് ഇന്റന്റ് ടു കിൽ ഹിം. ഓക്കെ, കോടതി പറഞ്ഞത് അവർക്കൊരു നമ്മൾ ഈ ഒരു ഹെഡ്ലൈനിലുള്ള പോലെ തന്നെ ദി കോർട്ട് സെഡ് ദാറ്റ് ദേ ഓൺലി വാണ്ടഡ് ടു ടീച്ച് ഹിം എ ലെസൺ. ഓക്കെ, അതായത് ഒരു ഇതൊന്ന് പഠിപ്പിച്ചു കൊടുക്കാനാണ്, അല്ലാണ്ട് ഒരിക്കലും കൊല്ലണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടി ആയിരുന്നില്ല അയാളെ മർദ്ദിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് ഈ 302 IPCയിൽ നിന്ന് മർഡറാണ്. ഓക്കെ, അതായത് വളരെയധികം ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. അതിൽ നിന്നും IPC 304 ആ ഒരു ചാർജ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹൈക്കോടതി. ഓക്കെ, ഒരു കൾപ്പബിൾ ഹോമിസൈഡ് എന്നാണ് പറയുന്നത്, വിച്ച് ഇസ് എ വെരി ലൈറ്റർ ഒഫൻസ് മർഡറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. സോ ദി പോലീസ് ടോർച്ചേർഡ് ദ മാൻ, അദ്ദേഹം മരിച്ചു. കോടതി പറയാണ്, അതായത് അത് ഇവനെ ഉദ്ദേശത്തോട്, അത് കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോട് ചെയ്തതല്ല, ഞങ്ങൾക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കണമായിരുന്നു, അതിനു വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ലൈനാണ് കോടതി എടുത്തത്. ഓക്കെ, ഇവിടെ ഈ ഹൈക്കോടതി പറഞ്ഞ ആ ഒരു വാക്കാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്, ടീച്ചിങ് എ ലെസൺ എന്നേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഹൈക്കോടതിയാണ് പറയുന്നത്, ആൻഡ് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അതായത് ഇറ്റ് മേക്സ് ഇറ്റ് സൗണ്ട് ലൈക്ക് ഈ പോലീസ് വയലൻസ് ഇറ്റ് ഈസ് ഓക്കെ അല്ലെ, അത് ഡിസിപ്ലിന് വേണ്ടിയിട്ടാണ്, അത് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് എന്തും ചെയ്യാം എന്നുള്ളൊരു ലൈനിലോട്ടൊക്കെ മാറുകയാണത്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. റിയാലിറ്റിയിലോട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല പോലീസുകാർക്ക് ഡിസിപ്ലിൻ പഠിപ്പിച്ചു കൊടുക്കണം, അല്ല ആൾക്കാർ എന്തെങ്കിലും ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് ലൈക്ക് ഇവിടെ പറയുന്നത് പോലെ ഡിസിപ്ലിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത് അങ്ങനെ ചെയ്തത് എന്നൊന്നും, അതായത് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ നെവർ അലൗസ് സച്ച് വയലൻസ്. ഓക്കെ, അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പോലീസുകാരുടെ ജോലി എന്താണ്? ദേ ആർ സപ്പോസ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ്. ഓക്കെ, അല്ലാണ്ട് വിജിലാൻറ്റീസിനെ പോലെ ആൾക്കാരെ പണിഷ് ചെയ്യാനുള്ള ഇതൊന്നും ഇവർക്കില്ല. ഇപ്പൊ കോടതി പറയുന്നുണ്ട്, അതായത് ഒരു ഡിസിപ്ലിൻ അതിനു വേണ്ടിയിട്ടാണ് ഒരു ടോർച്ചർ അവർ ചെയ്തത് എന്നുള്ള കാര്യം, അങ്ങനെ ഒരു ലൈനിലാണല്ലോ ഇപ്പോൾ പറയുന്നത് അവര്. സോ ഇത് നമ്മുടെ ആ ഒരു സിസ്റ്റത്തിനെ തന്നെ ഒരു മാറ്റാനുള്ള ഒരു ശ്രമമാണ്. ഓക്കെ, അതായത് നിയമങ്ങളും അതേപോലെ ആ ഒരു റൈറ്റ്സും, ഓക്കെ, ആ ഒരു ജസ്റ്റിസ് ബേസ്ഡ് ഓൺ ലോ ആൻഡ് റൈറ്റ്സിൽ നിന്നും ഒരു ഫിയർ ആൻഡ് പണിഷ്മെന്റ് എന്നുള്ളൊരു ലൈനിലോട്ടാണ് ഇവരിതിന് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു കസ്റ്റോഡിയൽ ടോർച്ചറിനെ നോർമലൈസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദേ ആർ മേക്കിംഗ് ഇറ്റ് സീംസ് ലൈക്ക് ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ, ആൻഡ് സിൻസ് ദി ജഡ്ജസ് വേർഡ് ഇറ്റ് വിൽ ഇൻഫ്ലുവൻസ് ദി ഫ്യൂച്ചർ കേസസ്. അല്ല, ഇങ്ങനത്തെ ഈ ഒരു ലാംഗ്വേജസ് പോലീസുകാർക്ക് കുറച്ചും കൂടി അവരൊന്ന് എൻകറേജ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് അവർക്ക് തോന്നുകയാണ് ഞങ്ങൾ നിയമത്തിനേക്കാളും മേലെയാണ്, ഞങ്ങൾ തന്നെയാണ് ജഡ്ജും, ഞങ്ങൾ തന്നെയാണ് ജൂറി, ഞങ്ങൾ തന്നെയാണ് എക്സിക്യൂഷണർ. ഓക്കെ, അങ്ങനെ ഒരു ലൈനിലോട്ട് പോലീസുകാർ മാറിക്കഴിഞ്ഞാൽ അത് ഒട്ടും ശരിയാവില്ല അല്ലെ. ഇവിടെയുള്ളൊരു ഡേഞ്ചർ എന്താന്ന് പറഞ്ഞാൽ, ഈ ഒരു ഭാവിയിൽ ഇതേപോലെ പോലീസുകാർ ആരെങ്കിലും ഒക്കെ ടോർച്ചർ ചെയ്ത് കൊന്നു കഴിഞ്ഞിട്ട് പറയുകയാണ്, അത് ഇല്ല, ഞങ്ങളൊന്ന് അങ്ങനെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി ഇറ്റ് വീക്കൻസ് ദി അക്കൗണ്ടബിലിറ്റി. ഓക്കെ, ബൈ കോളിംഗ് ടോർച്ചർ ടീച്ചിങ് എ ലെസൺ, ദി കോർട്ട് it risks to justifying the state violence. Okay, and it is weakening the protection of citizens' right. സോ ഇവിടെ മരിച്ചിട്ടുള്ളൊരു ഈ ഒരു വ്യക്തി, ഹി വാസ് എ ദളിത്. ഓക്കെ, പക്ഷെ ആളുടെ ഒരു കാസ്റ്റ് ഐഡന്റിറ്റി ഇവിടെ കോടതി കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, ഈ ഒരു കേസിൽ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ഈ ഒരു SC/ST അട്രോസിറ്റീസ് ആക്ടിലെ ആ ഒരു ആക്ടാണ് ആ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അല്ലേ, ഈ ഒരു ദളിത്സിനും ആദിവാസീസിനും ആ ഒരു വയലൻസിന് എതിരെയുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഈ ഒരു SC/ST അട്രോസിറ്റീസ് ആക്ട് ആണ്. പക്ഷെ അതൊന്നും ഇവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. കോടതി പറയുന്നത് ഇങ്ങനെ ഈ ഒരു അയാളുടെ മേലെ ഇവർ നടത്തിയ ഒരു മർദ്ദനം അത് കാസ്റ്റ് ബേസ്ഡ് അല്ല എന്നാണ് കോടതി പറയുന്നത്. ഇത് വളരെ ഒരു നാരോ വ്യൂ ആണ്. ഓക്കെ, ഇന്ത്യയിലെ കാര്യം എടുക്കുമ്പോൾ, ഇത് ബാക്കിയുള്ള രാജ്യത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല പറയുന്നത്. എസ്പെഷ്യലി നമ്മുടെ റൂറൽ ഇന്ത്യയിൽ ഇൻ മെനി പ്ലേസസ് ഈ കാസ്റ്റ് ആണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് പോലീസ് ആ ഒരു ഒരാളെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് അത് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് നമുക്കത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക.
ഓക്കെ. സോ അങ്ങനെ കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, റൂറൽ ഇന്ത്യയിൽ ഈ കാസ്റ്റ് പവർ ഇറ്റ് ഷേപ്സ് ഹൗ പോലീസ് ട്രീറ്റ്സ് ദി ദളിറ്റ്സ്. ഓക്കെ. വയലൻസ് ഇറ്റ് ഈസ് ഓഫൺ കാസ്റ്റ് കോഡഡ്. അത് ഓപ്പൺലി അത് അങ്ങനെ പറയുന്നില്ല എന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഓപ്പൺലി കാസ്റ്റ് കോഡഡ് ഇൻ ഇന്ത്യ. സോ ഈ ഒരു കസ്റ്റഡിയിൽ വെച്ചിട്ടൊരു ദളിത് ഇഫ് ഈസ് ഡൈയിങ് ഇൻ കസ്റ്റഡി ഇറ്റ് ഈസ് യൂഷ്വലി നോട്ട് ആൻ ആക്സിഡന്റ് ഇൻ ഇന്ത്യ. ഓക്കെ. ഇറ്റ് റിഫ്ലക്ട്സ് എ പാറ്റേൺ ഓഫ് കാസ്റ്റ് ബേസ്ഡ് പോലീസിങ്. സോ സുപ്രീം കോർട്ട് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് DK ബസു, മുൻഷി സിംഗ് ഗൗതം എന്ന് പറയുന്ന കേസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു അതായത് ഈ ഒരു കസ്റ്റോഡിയൽ ടോർച്ചറിനെതിരായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു നിയമം, അതായത് ആ ഒരു ജഡ്ജ്മെന്റ്സ് ഇതിന് മുമ്പുള്ള കേസസിലൊക്കെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റിയാലിറ്റിയിലോട്ട് വരുന്ന സമയത്ത് കസ്റ്റോഡിയൽ ഡെത്ത് ഇന്നും ഒരുപാട് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വിക്ടിംസ് ആരൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്ന് പാവപ്പെട്ടവരായിരിക്കാം, ഓക്കെ, പൈസ ഇല്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ദളിത്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആദിവാസീസ് ആയിരിക്കാം. ഓക്കെ. സോ ഈ ഒരു ദി സേഫ് ഗാർഡ്സ് ദേ ആർ പുവർലി ഫോളോ ഔട്ട്. ഓക്കെ. അത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു മെഡിക്കൽ ചെക്കപ്സും ഇൻഡിപെൻഡന്റ് എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അതൊന്നും ഫോളോ ചെയ്യുന്നില്ല. പിന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ ഇത് നടത്തുന്നത് ചിലപ്പോൾ ആ ഒരു സെയിം പോലീസുകാരൻ തന്നെ ആയിരിക്കാം. ഓക്കെ. ഈ അടിച്ച ആള് തന്നെ ആയിരിക്കാം ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ഇന്ത്യയിൽ അങ്ങനെയാണ്. ആൻഡ് ഇറ്റ് ഈസ് ലീഡിങ് ടു ദി കവർ അപ്സ്. So this case shows how caste realities and the systemic police violence are ignored in law, and it is allowing the custodial tortures to continue without real accountability. സോ ഇവിടെ ഈ ഒരു കേസിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു പോലീസുകാരെ മാത്രം ശിക്ഷിക്കുകയല്ല കോടതി ചെയ്യേണ്ടത്. ഓക്കെ. കോടതി ഇവിടെ ചോദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൾച്ചറിനെയാണ്. ഓക്കെ. ഈ ഒരു സിസ്റ്റം ആൻഡ് കൾച്ചർ ഇറ്റ് മസ്റ്റ് ബി ക്വസ്റ്റ്യൻഡ്. ഓക്കെ. ആരാണ് ഇവർക്ക് ഈ ഒരു കസ്റ്റോഡിയൽ വയലൻസ് നടത്താനുള്ള അധികാരമൊക്കെ കൊടുക്കുന്നത്? അതായത് വെൻ ജഡ്ജസ് സേ ദാറ്റ് ഇപ്പൊ ഈ ഒരു കേസിൽ പറഞ്ഞതുപോലെ ഒരു 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 പാഠം പഠിപ്പിക്കാനാണ്, അല്ലെങ്കിൽ ടീച്ചിങ് എ ലെസൺ എന്നുള്ള വാക്കുകളൊക്കെ ഒരു കോടതിയാണ്, ഒരു ഹൈക്കോടതിയാണ് ഇങ്ങനത്തെ വാക്കുകൾ പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ. സോ ഇറ്റ് ഈസ് മേക്കിംഗ് ദി വയലൻസ് ലുക്ക് അക്സെപ്റ്റബിൾ. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് ഗിവിംഗ് ദി കവർ ടു ദി ബ്രൂട്ടാലിറ്റി. പോലീസിന്റെ ജോലി ഇവിടെ ഇറ്റ് ഈസ് ടു പ്രൊട്ടക്ട് അവർ റൈറ്റ്സ് അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. ഇവരല്ല ഇവിടുത്തെ പണിഷ്മെന്റ് ഗിവേഴ്സ്. സോ ഈ ഒരു ചെറിയ വയലൻസിന് പോലും ചെറിയ ഒഫൻസിന് പോലും ഇങ്ങനെ വലിയൊരു വയലൻസ് യൂസ് ചെയ്യുന്നത്, ഓക്കെ, ലൈക്ക് ഇപ്പൊ ഒരു ചെറിയൊരു പബ്ലിക് ന്യൂസൻസ് ആണെങ്കിൽ കൂടി ഇതൊക്കെ ഇറ്റ് ഈസ് എ സ്മോൾ ഒഫൻസ് അല്ല. ഇനി ഇത്രയും വലിയ ബ്രൂട്ടൽ ആയിട്ടുള്ള വയലൻസ് ഉപയോഗിക്കുന്ന ഇറ്റ് ഗോസ് അഗൈൻസ്റ്റ് ലോ ആൻഡ് ഡിഗ്നിറ്റി. ഇറ്റ് ഗോസ് അഗൈൻസ്റ്റ് ലോ, ഡിഗ്നിറ്റി ആൻഡ് ഫെയർനെസ്. സോ ഇത് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് വി നീഡ് റിഫോംസ്. ഓക്കെ. പ്രോപ്പറായിട്ട് ഈ SC/ST ആക്ട് പ്രോപ്പറായിട്ട് അത് നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ. വെനെവർ എ ദളിത് ഫേസ് ദി കാസ്റ്റ് ബേസ്ഡ് കസ്റ്റോഡിയൽ വയലൻസ് ഇറ്റ് മസ്റ്റ് ബി അപ്ലൈഡ്. അതേപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബോഡീസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ. ഇവര് തന്നെ ആൾക്കാരെ അടിച്ചു കൊന്നിട്ട് ഇവര് തന്നെ ആ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, പോലീസുകാർ. ഓക്കെ. സോ വി മസ്റ്റ് ഹാവ് ഇൻഡിപെൻഡന്റ് ബോഡീസ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദി കസ്റ്റോഡിയൽ ഡെത്ത്. അതേപോലെ വി മസ്റ്റ് മേക്ക് ഷുവർ ദി ഡിറ്റൻഷൻ സേഫ് ഗാർഡ്. ഓക്കെ. അതായത് അത് സ്ട്രിക്ട്ലി എൻഫോഴ്സ് ചെയ്യണം. ഓക്കെ. അതായത് ഈ മെഡിക്കൽ ചെക്കപ്പുകളും ആ ഒരു ലീഗൽ ആക്സസും റെക്കോർഡ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. അതാണ് ഈ ഒരു ഡിറ്റൻഷൻ സേഫ് ഗാർഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു റിയൽ ഡിറ്ററൻസ് ഇറ്റ് കംസ് ഫ്രം ദി ലോഫുൾ പണിഷ്മെന്റ് ത്രൂ കോർട്സ്. ഓക്കെ. അല്ലാണ്ട് ഇറ്റ് ഈസ് നോട്ട് ഫ്രം ദി പോലീസ് വയലൻസ്. സോ ഇഫ് ദി ലാറ്റർ ഈസ് ജസ്റ്റിഫൈഡ് ഇറ്റ് വീക്കൻസ് ദി ഡെമോക്രസി ആൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. ഒരു കസ്റ്റഡിയിലുള്ള ഈ ഒരു വയലൻസ് ഇറ്റ് കനോട്ട് ബി എക്സ്ക്യൂസ്ഡ് ആസ് ഡിസിപ്ലിൻ. ഇറ്റ് മസ്റ്റ് ബി പണിഷ്ഡ് ആസ് എ ക്രൈം ആൻഡ് ദ സിസ്റ്റം മസ്റ്റ് ചേഞ്ച് ടു സ്റ്റോപ്പ് ഇറ്റ്. So we'll move on to the next news, which is why Sri Lanka's Tamils are flagging militarization. Explained. So ഇതൊരു ഇവിടെ ഇതൊരു ഹർത്താൽ പിടിച്ചതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കേസാണ്. ഓക്കെ. അതിന്റെ പുറകിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. സോ ശ്രീലങ്കയിലുള്ള ഒരു തമിഴ് പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടുള്ള ഇലങ്കൈ തമിഴ് അരസ് കച്ചി, അല്ലെങ്കിൽ ITAK എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി, തമിഴ് പൊളിറ്റിക്കൽ പാർട്ടി ശ്രീലങ്കയിൽ ഇവരൊരു ഹർത്താൽ വിളിക്കുകയാണ്. ഓക്കെ. ഹർത്താൽ എന്താണെന്ന് നമുക്കറിയാലോ. പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഒരാൾക്ക് ഹർത്താൽ എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എവിടെയാണ് വിളിക്കുന്നത് എന്ന് വെച്ചാൽ, അതായത് അവര് ശ്രീലങ്കയുടെ ഒരു നോർത്ത് ആൻഡ് ഈസ്റ്റ് പാർട്ട് ഓഫ് ശ്രീലങ്കയിലാണ് ഇവർ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തത്. ഓക്കെ. ഇത് പണ്ട് സിവിൽ വാറിലെ, അതായത് ഒരു സിവിൽ വാർ എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ശ്രീലങ്കയിൽ സിവിൽ വാർ നടക്കുന്നുണ്ട്. ഏകദേശം ഒരു 1983 തൊട്ട് 2009 വരെ അവിടെ ഒരു സിവിൽ വാർ നടക്കുന്നുണ്ട്.
സോ അതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മെജോറിറ്റി ആൾക്കാർ എന്ന് പറയുന്നത് അവിടുത്തെ സിൻഹളന്മാരാണ്, സിൻഹളീസ് ആണ്. സോ അവരും തമിഴ് മൈനോറിറ്റിയും തമ്മിലുള്ള ഒരു എത്നിക് ടെൻഷനാണ് ഈ ഒരു സിവിൽ വാറിലോട്ട് പിന്നീട് അത് മാറുന്നത്. അവിടെ ഉണ്ടായിരുന്ന നിയമങ്ങളൊക്കെ ദാറ്റ് വാസ് കൈൻഡ് ഓഫ് സിൻഹല ഓൺലി ലോസ്. ഓക്കെ, വളരെ അൺഈക്വൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പവർ ഒക്കെ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു അതായത് ഈ ഒരു തമിഴ് മൈനോറിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സംഘടന ഉയർന്നു വരികയാണ്. ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈലം എന്നാണ് പേര്. അതിന്റെ ലീഡറിന്റെ പേര് മോസ്റ്റ്ലി നമുക്ക് ഫെമിലിയർ ആയിരിക്കും, വേലുപ്പിള്ളൈ പ്രഭാകരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, സോ അവിടെ അവർക്ക് ഒരു പൊളിറ്റിക്കൽ റൈറ്റ്സ് അവർക്ക് കിട്ടാനും അതേപോലെ ഒരു മാർജിനലൈസേഷൻ, തമിഴ്സിന്റെ ഒരു മാർജിനലൈസേഷൻ അതിനെതിരെയൊക്കെ ആയിരുന്നു. ഓക്കെ, 2009 കാലഘട്ടത്തിലാണ് ശ്രീലങ്കയിൽ സിവിൽ വാർ നടക്കുന്നത്. സോ സിവിൽ വാർ വളരെയധികം എഫക്ട് ചെയ്ത ഏരിയ ആണ് ഈ ഒരു നോർത്ത് ആൻഡ് ഈസ്റ്റ് ഓഫ് ശ്രീലങ്ക. ഓക്കെ, സോ ഇവിടെ മെയിനായിട്ട് ഇവരിങ്ങനെ ഒരു ഹർത്താൽ വിളിക്കാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വളരെ ഹെവി ആയിട്ടുള്ള ആർമി. ഓക്കെ, സോ ഈ ഒരു മെയിനായിട്ടുള്ള ഈ ഒരു ഹർത്താലിലൂടെ ഈ ഒരു ITAK എന്ന് പറയുന്ന ഈ ഒരു തമിഴ് പൊളിറ്റിക്കൽ പാർട്ടി ഇവര് ഉദ്ദേശിച്ചത് ഇറ്റ് വാസ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദി ഹെവി പ്രസൻസ് ഓഫ് ദി ആർമി ഇൻ ദോസ് ഏരിയാസ്. ഓക്കെ, സിവിൽ വാർ ഇപ്പൊ കഴിഞ്ഞിട്ട് ഏകദേശം 16 വർഷമായിട്ട് കൂടി അവിടെ വളരെ ഹെവി ആർമി പ്രസൻസ് ആണുള്ളത്. സോ ഒരുപാട് കടകൾ അടച്ചു കടന്നു. ചില ആൾക്കാർ അത് അടച്ചുമില്ല. ഓക്കെ, ലൈക്ക് നോട്ട് എവരി വൺ അഗ്രീഡ് വിത്ത് ദി പ്രൊട്ടസ്റ്റ്. സോ Tamils in Sri Lanka's north and east, they protested against the continued militarization of their region years after the war with the LTTE ended, or Liberation Tigers of Tamil Eelam. സോ ഇതിന്റെ പിന്നിലുണ്ടായ ഒരു ഇൻസിഡന്റ് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഹർത്താൽ വെക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു 32 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയെ, ഈ എതിർമനസിംഗം കപിൽരാജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, മുലൈത്തിവു ഡിസ്ട്രിക്റ്റിൽ വെച്ചിട്ട് പുള്ളിയെ കൊന്നു. ഓക്കെ, സോ ഇത് ഈ ശ്രീലങ്കയുടെ നോർത്ത് ഈസ്റ്റ് ഒരു പാർട്ടിലുള്ള ഒരു ജില്ലയാണത്. ആൻഡ് ഇവിടെ നമ്മുടെ ഈ ഒരു ITAK എന്ന് പറയുന്ന ഈ ഒരു പാർട്ടി അവർ പറഞ്ഞത് ആർമിയാണ് അതിന്റെ പിന്നില്. ഓക്കെ, ആർമിയുടെ ഒരു പ്രസൻസ് ആണ് അവിടെ, വളരെ ഹെവി പ്രസൻസ് ആയതുകൊണ്ട് അവരാണ് ഇയാളെ കൊന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഈ ഒരു ITAK എന്ന് പറയുന്ന ഒരു പാർട്ടി വളരെ ഫെയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ നടത്തണം എന്ന് അവിടുത്തെ ഗവൺമെന്റിന്റെ അടുത്ത് പറയുന്നുണ്ട്. ആൻഡ് അവിടുത്തെ ആ ഒരു ഹെവി മിലിറ്ററി പ്രസൻസ് അത് വളരെ ഒപ്രസീവ് ആണെന്ന് പറഞ്ഞ് ഗവൺമെന്റ് പറഞ്ഞു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ 3 സോൾജേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ Tamil man's killing, and it was allegedly by the soldiers that has increased anger about the army's role in Tamil majority areas. സോ 2030 കൂടിയിട്ട് ഒരു ആർമിയുടെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എണ്ണം വളരെയധികം കുറയ്ക്കുമെന്നാണ് നമ്മുടെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള അനുരാഗ് കുമാർ ദിസ്നായകെ പറഞ്ഞത്. ഇവരുടെ ഈ ഡിഫൻസിലുള്ള ഒരു സ്പെൻഡിങ് പാറ്റേൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2024 അവിടുത്തെ ഒരു കറൻസി ഉണ്ടല്ലോ, LKR അല്ലെങ്കിൽ ശ്രീലങ്കൻ റുപ്പി, ഏകദേശം 442 ബില്യൺ, 442 ബില്യൺ ആണ് അവർ അവരുടെ ഡിഫൻസിൽ സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവരവിടെ പഠിക്കുന്നതിൽ, അതായത് എഡ്യൂക്കേഷനിലേക്കാളും കൂടുതൽ ഇവരവിടെ സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ഡിഫൻസിലാണ്. ഏകദേശം ഇപ്പോൾ ഡോളേഴ്സിലോട്ട് മാറ്റുമ്പോൾ $1.5 ബില്യൺ അടുത്താണ് അവരുടെ സ്പെൻഡിങ്. അപ്രോക്സിമേറ്റ്ലി $1.5 ബില്യൺ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഡിഫൻസിൽ. 2024 കണക്കാണ്. ഓക്കെ, അതേപോലെ അവരുടെ ആർമിയുടെ യൂണിഫോമിനും അതേപോലെ സോൾജേഴ്സിന്റെ ഭക്ഷണത്തിനും വേണ്ടിയിട്ട് ഏകദേശം ഒരു കണക്കുകൾ പ്രകാരം 2022 തൊട്ട് 258% വർധനമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അവിടെ ഉണ്ടായിരുന്ന ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ, അവിടുത്തെ എക്സ്പേർട്സ്, അവിടുത്തെ ജനറലൊക്കെ പറയുന്നത്, അവരുടെ ജനറൽ അവിടെ ഉണ്ടായിരുന്ന റിട്ടയർ ആയിട്ടുള്ള ഒരാൾ പറയുന്നത് ശ്രീലങ്ക ഏകദേശം അവരുടെ GDPയുടെ 2% അവർ മുടക്കുന്നത് ഡിഫൻസിലാണ്. ഈവൻ ദോ അതിനകത്ത് ശ്രീലങ്കയുടെ അകത്ത് ഇപ്പോ ഒരു മേജർ സെക്യൂരിറ്റി ത്രെട്ടൊന്നും നിലവിൽ ശ്രീലങ്കയിൽ ഇല്ല. എന്നിട്ട് കൂടി ഇവര് വളരെ വലിയൊരു എമൗണ്ട് ആണ് ഡിഫൻസിന് വേണ്ടിയിട്ട് അവർ മുടക്കുന്നത്. ഓക്കെ, ശ്രീലങ്ക ഈസ് സ്പെൻഡിങ് വെരി ഹെവിലി ഓൺ ദെയർ ആർമി. ഓക്കെ, മറ്റേ സിവിൽ വാർ ഒക്കെ കഴിഞ്ഞിട്ട് 16 വർഷം കഴിഞ്ഞു. ആൻഡ് ദി ക്രിട്ടിക്സ് സേ ദാറ്റ് ദിസ് ഡ്രെയിൻസ് ദി മണി ഫ്രം എഡ്യൂക്കേഷൻ ആൻഡ് അതർ നീഡ്സ്. സോ ഈ തമിഴ്സ് കൂടുതലുള്ള ഏരിയാസിൽ ആ ഒരു മിലിറ്ററി പ്രസൻസ് ശ്രീലങ്കയിൽ വളരെയധികം കൂടുതലാണ്. ശ്രീലങ്കയിലെ മറ്റ് പാർട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഈ നോർത്ത് ആൻഡ് ഈസ്റ്റ് പാർട്ടുകളിൽ ദേ ഹാവ് എ ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ലാർജ് മിലിറ്ററി പ്രസൻസ്. ഓക്കെ, അവിടെ ശ്രീലങ്കയിൽ നമുക്ക് ഈ ഒരു ഏരിയാസിൽ കാണാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ മിലിറ്ററി ഉണ്ടല്ലോ, അവരുടെ ആ ഒരു മിലിറ്ററി അവരാണ് ഹോട്ടലുകളും ഫാമുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ അവരുടെ മിലിറ്ററി ഈ ഏരിയാസിൽ നടത്തുന്നുണ്ട്. ആൻഡ് ദേ ആർ കോമ്പീറ്റിംഗ് വിത്ത് ദി ഓർഡിനറി ലോക്കൽസ്. ഓക്കെ, ദേ ആർ കോമ്പീറ്റിംഗ് വിത്ത് ഓർഡിനറി ലോക്കൽസ് ഫോർ ഇൻകം.
ഓക്കെ, ഈ ഒരു തമിഴ് മെജോറിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ പറഞ്ഞില്ലേ ഈ ഒരു ഒരാളെ കൊന്നു എന്ന് പറഞ്ഞല്ലോ. സോ അവിടെ ഈ മുലൈത്തിവു എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഏകദേശം 2017 60,000, അതായത് 1.3 ലാക്ക് സിവിലിയൻസിന് 60,000 സോൾജേഴ്സ് എന്നുള്ളൊരു കണക്കുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു മുലൈറ്റിവു ജില്ല. ഓക്കെ, അവിടെ തമിഴ് മെജോറിറ്റി ഏരിയ ആണ്. സോ അവിടെ വെച്ചിട്ടാണ് ഈ ഒരു തമിഴനെ അവർ കൊന്നത്. ഓക്കെ, അവർ ആർമി കൊന്നു എന്ന് പറയുന്നത് ഈ ഒരു ജില്ലയിൽ വെച്ചിട്ടാണ്. അവിടെ ഈ മിലിറ്ററി പ്രസൻസ് അവിടെ വളരെയധികം കൂടുതലാണ്. പിന്നെ ഒരു ലാൻഡ് ഇഷ്യൂവിൻ്റെ ഒരു പ്രശ്നം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സിവിൽ വാർ നടന്നിട്ടുണ്ടായിരുന്ന സമയത്ത് ആ മിലിറ്ററി വന്നിട്ട് ഒരുപാട് ഈ തമിഴ്സിന്റെ അവരുടെ ലാൻഡും അവരുടെ ഒരു വർഷിപ്പ് സൈറ്റുകളൊക്കെ ഇവർ പിടിച്ചെടുക്കുന്നുണ്ട്. ഗവൺമെന്റ് പറയുന്നത് ഏകദേശം 91% ഞങ്ങൾ തിരിച്ചു കൊടുത്തു എന്നാണ്. പക്ഷെ അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡാറ്റയോ കാര്യങ്ങളോ ഒന്നുമില്ല. ചില തമിഴ് ലീഡേഴ്സ് പറയുന്നത് ഈ ജഫ്ന എന്ന് പറയുന്ന ശ്രീലങ്കയിലുള്ള ഒരു സ്ഥലത്ത് ഇവർ ഈ ആർമിയാണ് അവിടെ ഡ്രഗ് ട്രേഡ് നടത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് അവിടെയുള്ള ആർമിയുടെ കാര്യം ഇങ്ങനെ, പോലീസ് ഇതിലും പ്രശ്നമാണെന്നാണ് പറയുന്നത്. So the Tamils in Sri Lanka, they feel like the army dominates the daily life in north and east. അവിടെ ഒരുപാട് സോൾജേഴ്സ് ഉണ്ട്, ആൻഡ് they are controlling our land and business. And there are even accusations of illegal activities like drug trade and all. സോ UN ഒക്കെ ഈ കാര്യത്തിൽ പറയുന്നത് 16 വർഷം കഴിഞ്ഞു അവിടെ ഈ ഒരു യുദ്ധം അവസാനിച്ചിട്ട്. എന്നിട്ട് പോലും ശ്രീലങ്കയ്ക്ക് ഒരു മിലിറ്ററിയിലും സെക്യൂരിറ്റി സിസ്റ്റത്തിലും റിഫോംസ് കൊണ്ടുവരാനായിട്ടുള്ള സമയമായിട്ടില്ല എന്നാണ് UN പറഞ്ഞത്. ഓക്കെ, സോ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു തമിഴ് ഏരിയാസ് നമ്മൾ പറഞ്ഞ ശ്രീലങ്കയുടെ നോർത്ത് ആൻഡ് ഈസ്റ്റ് ഭാഗങ്ങൾ, അവിടെ ഈ ആർമി ദേ സ്റ്റിൽ റൺസ് ദി സർവൈലൻസ് അല്ലെ, ആൻഡ് ദി ഗവൺമെന്റ് ഗീവ്സ് ദി വീക്ക് ഓവർസൈറ്റ് ദർ. UN റെക്കമെൻഡേഷൻ പറയുന്നത് ഈ ഒരു സിവിലിയൻസ് ലൈഫിൽ നിന്ന് ഈ ഒരു ആർമിയെ പുറത്തേക്ക് എടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് അവിടെ ഈ ലോ എൻഫോഴ്സ്മെന്റും അതേപോലെ നമ്മൾ പറഞ്ഞല്ലോ ബിസിനസ്, ലോക്കൽ അഫയേഴ്സിലൊക്കെ ആർമിയാണ് ഇടപെടുന്നത്. ഓക്കെ, അത് സിവിലിയൻ ലൈഫിൽ ആർമി വേണ്ട എന്നുള്ളൊരു റെക്കമെൻഡേഷനാണ് UN ശ്രീലങ്കയ്ക്ക് കൊടുത്തത്. ഈ ഒരു തമിഴ് മെജോറിറ്റി റീജിയൻസിൽ ആർമിയുടെ പ്രസൻസ് കുറയ്ക്കണം എന്ന് UN എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദി UN സേസ് ദാറ്റ് ശ്രീലങ്ക മസ്റ്റ് കട്ട് ബാക്ക് ആർമീസ് റോൾ. ഓക്കെ, സോ ഇൻ തമിഴ് ഏരിയാസിൽ ഒരു വലിയ റിയൽ റിഫോംസ് ആണ് അവർ കൊണ്ടുവരേണ്ടത്. ഓക്കെ, സോ പിന്നെ പറഞ്ഞത് അത് വാർ അവസാനിച്ചതിന് ശേഷം പോലും വി കനോട്ട് സീ എനി കൈൻഡ് ഓഫ് റിഫോംസ് ദെയർ ഇൻ ശ്രീലങ്ക. ഓക്കെ, സോ ദ UN says Sri Lanka must cut back the army's role in Tamil areas and bring real reforms which have been missing since the war ended. So we'll move on to the next news, which is should Supreme Court sit powerless as Governor blocks bill, CJI. So ഇത് പൊളിറ്റിക്കലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സും ജുഡീഷ്യൽ റിവ്യൂവും എല്ലാം ഇതിൽ കയറി വരുന്നുണ്ട്. സോ ഏതൊക്കെ ബില്ലുകൾ ഗവർണർക്ക് ഒപ്പുവെക്കാം, അത് ഏതൊക്കെ ഹോൾഡ് ചെയ്യാം, ഏതൊക്കെ റിട്ടേൺ അടിക്കാം. ഓക്കെ, മണി ബിൽസിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്, ബാക്കിയുള്ള നോർമൽ ബിൽസിന്റെ കാര്യമാണ്. പിന്നെ പ്രസിഡന്റിന് ഏതൊക്കെ റിസർവ് ചെയ്ത് പ്രസിഡന്റിന് കൊടുക്കാം, ഇതിനെ പറ്റിയിട്ടെല്ലാം പറയുന്നത് ആർട്ടിക്കിൾ 200ഉം 201ഉം ആണ്. ഓക്കെ, ഇവരുടെ ആ ഒരു ഗവർണറിനെ ആ ഒരു ബില്ലിന് മേലെ ആക്ട് ചെയ്യാൻ അത് എന്തൊക്കെ ചെയ്യാം എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് ആണ് 200ഉം 200ഉം അതേപോലെ 201ഉം. ഓക്കെ, സോ ഇവിടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ BJP ഭരിക്കാത്ത സ്റ്റേറ്റുകളിലെ ഗവർണർമാർക്ക് അവരുടെ ഒരു സ്ഥിരമായിട്ട് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന പരിപാടിയാണ്. അതായത് സ്റ്റേറ്റ് എന്തെങ്കിലും ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഹോൾഡ് ചെയ്യുക. ഓക്കെ, അത് ഒപ്പുവെക്കാണ്ട് ഇവരതിന് ലാഗ് ചെയ്യുക. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് തമിഴ്നാട് ഗവർണർ. ഓക്കെ, ഒരു ബില്ല് ഏകദേശം 4 വർഷമൊക്കെയാണ് ഇയാൾ കയ്യിൽ വെച്ചത്. ഓക്കെ, സോ ദിസ് ഇഫക്റ്റീവ്ലി ബ്ലോക്സ് ദി ഇലക്ടഡ് ലെജിസ്ലേച്ചേഴ്സ് വിൽ. സോ ഇവിടെ എന്താണ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞത് ഷുഡ് ദി സുപ്രീം കോർട്ട് ജസ്റ്റ് വാച്ച് സൈലന്റ്ലി ഇഫ് ഗവർണേഴ്സ് സിറ്റ് ഓൺ ബിൽസ് ഫോർ ഇയേഴ്സ് കില്ലിംഗ് ദി ഡെമോക്രസി എന്നുള്ളതാണ്. അതായത് ഗവർണേഴ്സ് വർഷങ്ങളോളം സ്റ്റേറ്റ് പാസ്സാക്കിയ ഒരു ബില്ല് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണോ എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇത് നമ്മുടെ ഡെമോക്രസിക്ക് ഒട്ടും നല്ലതല്ല. അപ്പോൾ കോടതി പറഞ്ഞത് ദി ഗവർണർ ഇസ് നോട്ട് ഇലക്റ്റഡ്. ഓക്കെ, പക്ഷെ ഇത് പാസ്സാക്കുന്ന ആൾക്കാർ, ആ ലെജിസ്ലേച്ചർ, അതിനെ എലക്ട് ചെയ്യുന്നത് ജനങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ ഡെമോക്രസി ഇവിടെ വളരെയധികം സഫർ ചെയ്യും. അതായത് ഈ അൺഎലക്റ്റഡ് ആയിട്ടുള്ള അതോറിറ്റീസ് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് കൊണ്ടുവരുന്ന ആ ഒരു ബില്ലുകൾ അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഡെമോക്രസിയിൽ തന്നെ വളരെയധികം ചോദ്യം ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇഫ് ദർ ഇസ് എ റോങ് ദർ മസ്റ്റ് ബി എ റെമഡി എന്നുള്ളതാണ്. ഓക്കെ, സോ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളത് നമ്മുടെ ഒരു ബേസിക് സ്ട്രക്ചറിന്റെ ഒരു ഭാഗമാണ്.
ഇവിടെ യൂണിയൻ ഗവൺമെന്റ് എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് സുപ്രീം കോർട്ടിന്റെ പരിധിയിൽ നിൽക്കുന്ന കേസല്ല. ഇവിടെ അതായത് അനാവശ്യമായിട്ട് വന്നിട്ട് ഇവിടെ കാര്യം പറയേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ലൈനിലാണ് യൂണിയൻ ഗവൺമെന്റ് സംസാരിച്ചത്. ഓക്കെ, സെപ്പറേഷൻ ഓഫ് പവേഴ്സിന്റെ കാര്യമൊക്കെയാണ് ഇവർ എടുത്തിട്ടത്. ഇവർ അറിയിച്ചത് സോളിസിറ്റർ ജനറൽ വഴി യൂണിയൻ ഗവൺമെന്റ് അറിയിച്ചത് അവരുടെ സ്റ്റാൻഡിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഒരു സെപ്പറേഷൻ ഓഫ് പവേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഗവർണറിന്റെ ആ ഒരു ഇനാക്ഷൻ ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഓക്കെ, ഇതൊരു ജുഡീഷ്യൽ മാറ്റർ അല്ല, അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ റിവ്യൂ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അതേപോലെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ല, അതൊരു ടൈം ലിമിറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യുന്നില്ല. അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. സോ ഡെഡ് ലൈൻ മേ അപ്ലൈ ടു ദി സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, പക്ഷേ ഗവർണർ എന്നുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്. ഓക്കെ, അവർക്ക് സ്പെഷ്യൽ റോളുകളാണ് ഉള്ളത്. ഗവർണർ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഓക്കെ, ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അതിൽ ഒപ്പുവെക്കണം. ഓക്കെ, അത് ഒപ്പുവെക്കേണ്ടത് ഇവരുടെ ജോലിയാണ്. പക്ഷെ ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? യൂണിയൻ ഗവൺമെന്റ് ആണ്. ഓക്കെ, അതൊരു പ്രത്യേക ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ഹെൻസ് ആ ഒരു ജുഡീഷ്യറി ഇതിൽ നിന്നും വിട്ടുനിൽക്കണം എന്നാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞത്. സുപ്രീം കോർട്ടിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ്സ് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ, ഇഫ് ഗവർണർ ഡസ് നത്തിങ് ഫോർ ഇയേഴ്സ്, ഇതിൽ ആരെയാണ് ഞങ്ങൾ കുറ്റക്കാരാക്കേണ്ടത് എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ജുഡീഷ്യൽ റിവ്യൂ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്നും കൂടി പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഒക്കെ പറയുന്നതിനെ പറ്റിയിട്ടാണ്. നമ്മുടെ എമർജൻസി കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു ബില്ല് പാസ്സാവുന്നത്. ഓക്കെ, ഇതൊരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെയാണ് ഇതിന് പറയുന്നത്. ഓക്കെ, സോ വൺ ഓഫ് ദ കോൺട്രവേഴ്ഷ്യൽ ചേഞ്ചസ് വാസ് ഈ ജുഡീഷ്യൽ റിവ്യൂവിന്റെ മേലെ കുറച്ച് നിയമങ്ങൾ ഇടുന്നുണ്ട്. ഓക്കെ, അതായത് സെയിങ് ദാറ്റ് നോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് കുഡ് ബി ക്വസ്റ്റ്യൻഡ് ഇൻ ദ കോർട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 368(4) ആർട്ടിക്കിൾ 368(5) ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് കയറ്റുന്നുണ്ട്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സിനേക്കാളും മേലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനാണ് ഇവർ വില കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ജുഡീഷ്യറിയുടെ ഒരു പവറിനെ ഒന്ന് തടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഓക്കെ, ഇപ്പോൾ സുപ്രീം കോർട്ട് പിന്നെ ഈ മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലൊക്കെ സുപ്രീം കോർട്ട് ഈ ഒരു 42ാമത്തെ അമെൻമെന്റിനെ സ്ട്രക്ക് ഡൗൺ ചെയ്തിടുകയാണ് ചെയ്തത്. ഓക്കെ, അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്നുള്ളത് ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബേസിക് സ്ട്രക്ചറിലുള്ളതാണ്. ഓക്കെ, അതിന് ഇറ്റ് കനോട്ട് ബി ഡിസ്ട്രോയ്ഡ് ബൈ പാർലമെന്റ്. ഓക്കെ, അതായത് പാർലമെന്റിന് ദേ കനോട്ട് മേക്ക് ഇറ്റ് സെൽഫ് ഇമ്മ്യൂൺ ഫ്രം ദി കോർട്ട് റിവ്യൂ. സോ നമ്മുടെ സുപ്രീം കോർട്ട് ഈ ഒരു കേസിൽ എന്തുകൊണ്ടാണ് ഇതിനെ മെൻഷൻ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞത് ഗവൺമെന്റിന്റെ ആ ഒരു ഇനാക്ഷൻ ഗവൺമെന്റിന്റെ അല്ല, ഗവർണറിന്റെ ആ ഒരു ഇനാക്ഷൻ അതൊരു പൊളിറ്റിക്കലാണ്, ഇതിൽ കോടതി ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞത്. സുപ്രീം കോർട്ട് റിപ്ലൈ ചെയ്തത് എന്താണ്? അതായത് ഞങ്ങൾ ഇതൊന്ന് അതായത് വി കനോട്ട് ബി എക്സ്ക്ലൂഡഡ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പാർലമെന്റ് ഇപ്പം നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ പാസ്സാക്കുന്നത് പാർലമെന്റ് ആണല്ലോ. പാർലമെന്റ് അടക്കം ജുഡീഷ്യൽ റിവ്യൂവിന്റെ മേലെ ഇത്രയും പ്രശ്നങ്ങൾ, അതായത് 42ാമത്തെ അമെൻമെന്റിലൂടെ ജുഡീഷ്യൽ റിവ്യൂവിനെ അവരുടെ ആ ഒരു കോടതിയുടെ ആ ഒരു പവറിനെ അതിലൊരു വിലങ്ങിടാം എന്ന് തീരുമാനിച്ചപ്പോൾ അതിനെ വരെ ഞങ്ങൾ സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ടതാണ്. പിന്നെയാണോ നിങ്ങളുടെ ഈ ഒരു വരട്ടൽ എന്നുള്ളൊരു രീതിക്കാണ് സുപ്രീം കോർട്ട് പറഞ്ഞത്. ഓക്കെ, സോ ആ ഒരു ജുഡീഷ്യൽ റിവ്യൂവിന് മേലെയുള്ള ആ ഒരു ഇത് സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു പ്രൊട്ടക്ട് ഡെമോക്രസി എന്നാണ് സുപ്രീം കോർട്ട് പറഞ്ഞത്. സോ പാർലമെന്റിന് പോലും ജുഡീഷ്യൽ റിവ്യൂവിന്റെ അതിൽ നിന്നും പാർലമെന്റ് കുഡിന്റ് ഷീൽഡ് ഇറ്റ്സെൽഫ് ഫ്രം ദ റിവ്യൂ. Okay, so governors also cannot put themselves beyond review by doing nothing for years. ഓക്കെ, സോ ഈ 42ാമത്തെ അമെൻമെന്റ് ജുഡീഷ്യൽ റിവ്യൂവിനെ അവരുടെ ആ ഒരു ഇറ്റ് ട്രൈ ടു ലിമിറ്റ് ദി ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, സോ അതും പറഞ്ഞിട്ട് മിനർവ മിൽസിന്റെ കേസിൽ വന്ന സമയത്ത് അത് സ്ട്രക്ക് ഡൗൺ ചെയ്തിടുകയാണ് ചെയ്തത്. മിനർവ മിൽസിന്റെ കേസിൽ ഇന്നത്തെ കേസ് എടുക്കുന്ന സമയത്ത് യൂണിയൻ ഗവൺമെന്റ് പറയുന്നത് ഗവർണറിന്റെ ആ ഒരു ഇനാക്ഷൻ അത് ഇറ്റ് ഈസ് ബിയോണ്ട് സുപ്രീം കോർട്ടിന്റെ ആ ഒരു ഇതിൽ വരുന്നതല്ല, പരിധിയിൽ വരുന്നതല്ല എന്നാണ് പറയുന്നത്. സുപ്രീം കോർട്ട് അപ്പോൾ പറയുന്നുണ്ട് ജുഡീഷ്യൽ റിവ്യൂ ഈസ് ഇറ്റ് ഈസ് എ ബേസിക് സ്ട്രക്ചർ എന്നുള്ള കാര്യം എടുത്തു കാണിക്കുന്നുണ്ട്. സോ ജനങ്ങൾ എലക്ട് ചെയ്തിട്ട് വരുന്ന ആ ഒരു എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് പാസ്സാക്കുന്ന ആ ഒരു ബില്ലുകൾ അതിന് തടഞ്ഞു വെക്കാൻ ഗവർണർക്ക് ഒരു അധികാരവും ഇല്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതായത് ഈ ഒരു വൈൽ അക്സെപ്റ്റിംഗ് ദി ലോങ് ഇനാക്ഷൻ അതിലൂടെ ഗവർണർ ഈസ് ബിക്കമിങ് മോർ പവർഫുൾ ദാൻ ലെജിസ്ലേച്ചർ. ഓക്കെ, ഇത് വളരെ അൺഡെമോക്രാറ്റിക് ആണ്. സോ ഏപ്രിൽ 8-ാം തീയതി 2024 ജഡ്ജ്മെന്റിൽ സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 3 മാസം ഡെഡ് ലൈൻ വരെ കൊടുക്കാം. ഓക്കെ, പ്രസിഡന്റിലോ അല്ലെങ്കിൽ ഗവർണർക്കോ ഒരു ബില്ലിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 മാസത്തെ ഡെഡ് ലൈൻ വെക്കാം. അതിൽ അവർ ആക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഗെറ്റ് ഓട്ടോമാറ്റിക്കലി പാസ്ഡ്. ഓക്കെ, സോ യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞത് ഇറ്റ് ഈസ് നൗ ചാലഞ്ചിങ് ദിസ് ഓർഡർ. ഓക്കെ, കോൾഡ് ഇറ്റ്സ് ജുഡീഷ്യൽ ഓവർ റീച്ച്, ദേ ആർ ചാലഞ്ചിങ്. ഓക്കെ, യൂണിയൻ ഗവൺമെന്റ് അതിനെ ചാലഞ്ച് ചെയ്യുകയാണ്.
സോ ഇവിടെയുള്ള ഒരു കോർ കോൺഫ്ലിക്റ്റ് ഇത്രമാത്രം നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. സെൻട്രൽ ഗവൺമെന്റിന്റെ വ്യൂ പ്രകാരം അത് ഈ ഒരു സെപ്പറേഷൻ ഓഫ് പവേഴ്സും പിന്നെ ഗവർണറിന്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഇറ്റ് മസ്റ്റ് ബി റെസ്പെക്റ്റഡ് എന്നുള്ള നിലയിലാണ് ജുഡീഷ്യൽ റിസ്ട്രെയിൻറ്റ് ആ ഒരു ലൈനിലാണ് യൂണിയൻ ഗവൺമെന്റ് ഇതിനെ നോക്കിക്കാണുന്നത്. സുപ്രീം കോർട്ട് പറഞ്ഞത് ഡെമോക്രസിക്ക് പ്രൊട്ടക്ഷൻ വേണം. സോ ഗവർണേഴ്സിന് എലക്റ്റഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, അതായത് ഇലക്റ്റഡ് ലെജിസ്ലേച്ചേഴ്സ് പാസ്സാക്കുന്ന ബില്ലുകൾ അതിനെ ഒരു പരിധിക്ക് അപ്പുറത്ത് തടഞ്ഞു വെക്കാൻ ഒരു അധികാരവും ഗവർണർക്ക് ഇല്ല എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതി പറയുന്നത്. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ന്യൂസ് വിച്ച് ഈസ് ഈ ഒരു ന്യൂസ് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ എസ് ജയശങ്കർ മോസ്കോയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ ഹിസ് വിസിറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇന്ത്യാസ് ബാലൻസിങ് ആക്ട് ആ ഒരു ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, US-ഉം റഷ്യയും പിന്നെ ഒരു ഗ്ലോബൽ എനർജി മാർക്കറ്റും ഇത് മൂന്നും തമ്മിലുള്ള ആ ഒരു എങ്ങനെയാണ് നമ്മൾ ഈ സാധനം ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നത് എന്നുള്ളതാണ് IR വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞത് അമേരിക്ക ഇന്ത്യനെ എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു റഷ്യൻ ഓയിൽ വാങ്ങിക്കാൻ എന്നുള്ളതാണ്. എന്നിട്ട് തന്നെയാണ് ഇവർ റഷ്യയുടെ അടുത്ത് നമ്മൾ ഓയിൽ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടാരിഫ് തന്നതും. ഓക്കെ, സോ ദ US ഇറ്റ്സെൽഫ് ടോൾഡ് ഇന്ത്യ ദാറ്റ് അതായത് ഈ ഒരു ഗ്ലോബൽ എനർജി മാർക്കറ്റിനെ നിങ്ങളൊന്ന് സ്റ്റെബിലൈസ് ചെയ്യണം. യുക്രൈൻ വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓയിലിൻ്റെ പ്രൈസ് വളരെയധികം ഹൈ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഓയിലൊന്നും വാങ്ങിക്കുന്നത് നിർത്തരുത്. ഓക്കെ, അത് ഇന്ത്യയും കൂടി അത് നിർത്തിക്കഴിഞ്ഞ് റഷ്യയുടെ അടുത്തൊന്നും വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ഗ്ലോബലി എനർജി മാർക്കറ്റിന് ഇത് വളരെയധികം എഫക്റ്റ് ചെയ്യും. Okay, so this include buying cheaper Russian oil and which prevented the prices from shooting up worldwide. At the same time, India is buying a good share of oil from the US. സോ നമ്മൾ ആ ഒരു ഡൈവേഴ്സിഫൈ ചെയ്യണം നമ്മുടെ സോഴ്സസ്. നമ്മൾ റഷ്യനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയല്ല ഇവിടെ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞത്. സോ ഇന്ത്യയുടെ ഓയിൽ പോളിസി അത് പ്രാക്ടിക്കലാണ്, അതൊരിക്കലും പൊളിറ്റിക്കൽ അല്ല എന്നുള്ളൊരു മെസ്സേജാണ് നമ്മൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അതേപോലെ അമേരിക്ക എസ്പെഷ്യലി നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ കേസിൽ നമുക്ക് ഈ ഒരു ടാരിഫ് തന്നു. ഇന്ത്യൻ എക്സ്പോർട്സിന് മേലെ ടാരിഫ് വെച്ചിട്ടുണ്ട്. ലൈക്ക് സ്റ്റീൽ ആൻഡ് അലുമിനിയത്തിന് മേലെ അവർ ടാരിഫ് വെക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം US പൊളിറ്റീഷ്യൻസ് അക്യൂസ്ഡ് ഇന്ത്യ ഓഫ് ഫണ്ടിങ് റഷ്യ. ഓക്കെ ഇവരെന്നെ പറയുന്നുണ്ട് നമ്മൾ ആ ഒരു അതായത് ആ ഒരു ഗ്ലോബൽ എനർജി മാർക്കറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഓയിൽ വാങ്ങിയേ പറ്റൂ. ഇന്ത്യയും കൂടി ഓയിൽ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ മാർക്കറ്റിന് വളരെയധികം പ്രശ്നമാണ്. എന്നിട്ട് നമ്മൾ റഷ്യയുടെ അടുത്തുനിന്ന് മറ്റേ ഓയിൽ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ റഷ്യ വാറിനെ ഫണ്ട് ചെയ്യണം എന്നുള്ള ഒരു രീതിക്കാണ് അമേരിക്കൻസ് പറഞ്ഞത്, അല്ലെങ്കിൽ US പൊളിറ്റീഷ്യൻസ് അങ്ങനെയാണ് പറഞ്ഞത്. ജയശങ്കർ റിമൈൻഡഡ് ദം ദാറ്റ് യു ആസ്ക്ഡ് us to stabilize the energy market and we did exactly that. നിങ്ങളാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഈ ഒരു എനർജി മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യാൻ. അത് തന്നെയാണ് അത് തന്നെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നാണ് ശ്രീ എസ് ജയശങ്കർ പറഞ്ഞത്. സോ ഇന്ത്യ ഈസ് ഡിഫെൻഡിങ് ഇറ്റ്സ് റൈറ്റ് ടു ബൈ എനർജി wherever it get best deals, especially for its huge population. സോ ഈ ഒരു മോസ്കോയിൽ നടന്ന ഈ ഒരു മീറ്റിങ്ങിൽ നമ്മുടെ പ്രസിഡന്റ് പുത്തിനും അതേപോലെ അവരുടെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള സെർജി ലാവ്റോവുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ വി ഡിസ്കസ് ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ന്യൂ പ്രോജക്റ്റ്. ഒരു ബെറ്റർ കണക്ടിവിറ്റി ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ത്രൂ ലാൻഡ് ആൻഡ് സീ റൂട്ട്. സോ അതുകൊണ്ട് തന്നെ ഗുഡ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും ബിറ്റ്വീൻ ദീസ് കൺട്രീസ്. അതേപോലെ കുറച്ച് ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂസും കൂടിയിട്ട് നമ്മുടെ ഇന്ത്യ റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചില ആൾക്കാരെ ജോലി തരാം എന്ന് വാഗ്ദാനം ചെയ്ത് റഷ്യയിലോട്ട് പോയിട്ട് റഷ്യൻ ആർമിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുകയാണ് യുക്രൈനിൽ എന്നുള്ളൊരു കാര്യം, ആ ഒരു ഇഷ്യൂ ജയശങ്കർ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ത്യ വാണ്ട് ദം ബ്രോഡ് ബാക്ക്. ഇന്ത്യ റഷ്യ റിലേഷൻസിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ ജയശങ്കർ പറഞ്ഞത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ ഒരു പാർട്ട്ണർഷിപ്പ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ഈ ലോകത്ത് കാണാൻ പറ്റുന്നതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്ലോബൽ റിലേഷൻഷിപ്പാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് എന്നാണ്. So while going forward, India wants to export the pharmaceuticals, agricultural products and textiles to Russia. സോ അതൊരു ട്രേഡ് ഇംബാലൻസിനെ കുറച്ച് അത് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. കറൻ്റ്ലി ഇന്ത്യ ഇമ്പോർട്ട് മച്ച് മോർ എസ്പെഷ്യലി ഓയിൽ ഫ്രം റഷ്യ ദാൻ ഇറ്റ് എക്സ്പോർട്സ്. സോ ഇൻഫ്രാസ്ട്രക്ചറിലും ലോജിസ്റ്റിക്സിലും ഒക്കെ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും ടു മേക്ക് ദ ട്രേഡ് സ്മൂത്തർ. സോ ആ ഒരു നോർത്ത് സൗത്ത് നമ്മൾ ട്രാൻസ്പോർട്ട് കോറിഡോർ ഉണ്ടല്ലോ ഇറാൻ വഴി, സോ അതിലൂടെയൊക്കെ ഈ ഒരു ബെറ്റർ ട്രേഡ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിലും ലോജിസ്റ്റിക്സിലും ഉള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. സോ ഇൻ സമ്മറി വി ക്യാൻ സേ ദാറ്റ് ഇന്ത്യ നമ്മൾ അമേരിക്കയുടെ അടുത്ത് പറഞ്ഞത് വി ആർ നോട്ട് വയലേറ്റിംഗ് ദി ഗ്ലോബൽ സ്റ്റെബിലിറ്റി. നിങ്ങളാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് അതായത് ആ ഒരു എനർജി മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യാൻ, നമ്മൾ അത് തന്നെയാണ് ചെയ്തത്. അറ്റ് ദ സെയിം ടൈം ഇന്ത്യ ഈസ് സ്ട്രെങ്തനിങ് ടൈസ് വിത്ത് റഷ്യ in both trade
and connectivity, okay, while also safeguarding India's citizens abroad.